24 ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 16-കാരന് IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഭീകരവിരുദ്ധ സ്ക്വാഡ്. 16-കാരന്റെ മാതാവിന്റെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചതിന്റെ ഫോൺ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. മാതാവും സുഹൃത്തും ചേർന്ന് IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്നാണ് FIR. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഉന്മേഷ, ദുരൂഹത സംശയിച്ച് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. UK-യിൽ വെച്ച് അമ്മയും വെമ്പായം സ്വദേശിയായിട്ടുള്ള അമ്മയുടെ മാതാവിന്റെ സുഹൃത്തും ചേർന്ന് IS-ലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ കേസ് UAP അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പുകൾ ചുമത്തിയത്. അതിനു പിന്നാലെ ഈ വിഷയത്തിൽ നിലവിലിപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്നാൽ കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ്, അതായത് ATS, അതിന് അന്വേഷണം ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അവർ വിശദമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം കുട്ടിയുടെ മാതാവിന്റെ സുഹൃത്ത്, അതായത് കുട്ടിയെ IS-ലേക്ക് ചേരാൻ പ്രേരിപ്പിച്ച കുട്ടിയുടെ മാതാവിന്റെ സുഹൃത്തിന് പഴയ കനകമല കേസുമായി ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയാളുടെ വെമ്പായത്തെയും കന്യാകുളങ്ങരയിലെയും ചില ഇടപെടലുകൾ, മാത്രമല്ല ഇയാൾ നടത്തിയിട്ടുള്ള യാത്രകളുടെ വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ കേരള പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. അതേസമയം ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നടക്കം ചില എക്സ്ട്രീം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പോലീസിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പോലീസ് അതിൽ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. നിലവിലിപ്പോൾ ഈ കുട്ടിയുടെ മാതാവും സുഹൃത്തും UK-യിലാണുള്ളത്. ഇവരെ കേരളത്തിലേക്ക് എത്തിക്കുക നടക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം നിയമോപദേശം തേടും. സമാന്തരമായി NIA-യും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സുഹൃത്തായിട്ടുള്ള ആളുടെ ഉക്രൈൻ കേന്ദ്രീകരിച്ചുള്ള ചില ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ദുരൂഹത സംശയിക്കാനുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ NIA-യും പരിശോധിക്കും. ഉന്മേഷ്, ഇതിൽ എന്നു മുതൽ ഇത്തരത്തിലൊരു നീക്കം തുടങ്ങിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഈ അന്വേഷണ സംഘം കരുതുന്നത്? ഷഫീദ്, നിലവിൽ ഇപ്പോൾ ഈ വിവരങ്ങൾ പോലീസ് അറിയുന്നത് ഈ കുട്ടിയെ, അതായത് ഈ 16 വയസ്സുള്ള കുട്ടിയെ കേരളത്തിലേക്ക് മടക്കിയെത്തിച്ച ശേഷം കുട്ടിയെ ആറ്റിങ്ങൽ പരിധിയിലുള്ള ഒരു മതപഠന കേന്ദ്രത്തിലേക്ക്, ഒരു മദ്രസയിലാക്കിയിരിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ടുള്ള ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലെ വ്യത്യസ്തത അടക്കമുള്ള കാര്യങ്ങൾ മതപഠനശാല അധികൃതർ തിരിച്ചറിഞ്ഞ് അവരാണ് മറ്റു ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അങ്ങനെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ ആദ്യം ഈ കേസെടുക്കുന്നത് വെഞ്ഞാറമൂട്ടിലാണ്. പിന്നീട് ഈ കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ആറ്റിങ്ങൽ ഡിവൈഎസ്പി പരിശോധിച്ചു വരുമ്പോഴാണ് ഇക്കാര്യത്തിൽ ചില ദുരൂഹതകളുണ്ട്, ചില സംശയങ്ങളുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം നടത്തുകയും ചില വിവരങ്ങൾ ശേഖരിക്കുകയും അതിനുശേഷം UAP-യെ ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു കേസായി തന്നെ കേരള പോലീസ് കാണുന്നുണ്ട്. UAP-യെ ചുമത്തിയ സാഹചര്യത്തിൽ NIA ഇക്കാര്യത്തിൽ കാര്യമായിട്ടുള്ള അന്വേഷണം നടത്തും. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമ്മയുടെ സുഹൃത്തിന്റെ കനകമല കണക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ അതും വിശദമായി പരിശോധിക്കും. നമുക്കറിയാം, വലിയ വിവാദമായിട്ടുള്ള സംഭവമായിരുന്നു കനകമല ക്യാമ്പ്. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അക്കാര്യത്തിൽ ശിക്ഷാവിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ആ വിഷയത്തിൽ ബന്ധപ്പെട്ടവരുമായി ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. മാത്രമല്ല ഈ വെമ്പായം, കന്യാകുളങ്ങര, വെഞ്ഞാറമൂട് മേഖലകളിൽ ഇയാൾ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ, അക്കാര്യത്തെക്കുറിച്ചും വിശദമായി തന്നെ അന്വേഷണ സംഘം, നിലവിൽ ഇപ്പോൾ ATS ആണ് അന്വേഷിക്കുന്നത്, ATS അന്വേഷിക്കും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.